പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനമെന്ന റിപ്പോർട്ട്. ഉറി സെക്ടറിൽ വീണ്ടും വെടിയൊച്ച കേട്ടതായാണ് വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, എന്താണിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? വീണ്ടും സംഘർഷമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് കഴിഞ്ഞ ദിവസം രാത്രി എന്ന പോലെ ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ജനവാസ മേഖലയിലേക്ക് വെടിവെപ്പ് ഉണ്ടാകുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മോർട്ടാറുകൾ ഉപയോഗിച്ചുള്ള ഷെല്ലാക്രമണം ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെയും സമാനമായി തന്നെ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ നീക്കമുണ്ടായിരുന്നു. ഇന്നും സമാനമായി ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ വീണ്ടും ഒരു പ്രകോപനം. അത് ആദ്യഘട്ടത്തിൽ വെടിയുതിർക്കുന്ന ആണെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞ ദിവസത്തെ പോലെ മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. ആ തരത്തിലേക്ക് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളായി, പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, അതോടൊപ്പം തന്നെ രാജസ്ഥാൻ തുടങ്ങിയ മേഖലയിലെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള ആക്രമണത്തിന് ഇന്ന് പാകിസ്ഥാൻ പദ്ധതി ഇടുമോ, അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്, സൈന്യം നോക്കിക്കാണുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള സൂചന നൽകുന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ ആക്രമണ ശ്രമം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വീണ്ടും പാക് പ്രകോപനം ഉണ്ടാവുകയാണ്. ഉറി സെക്ടറിൽ വീണ്ടും വെടിയൊച്ച കേട്ടതായുള്ള വിവരമുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ലിജോ അവിടെ നിന്ന് നൽകിയത്.